സംസ്ഥാനത്തുടനീളം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഉദ്ഘാടന സദസ്സ് നമ്മൾ കണ്ടു. അല്പസമയത്തിനകം തന്നെ പാളയത്ത് നിന്നും മഹാശോഭായാത്ര കിഴക്കേക്കോട്ടയിലേക്ക് തിരിക്കും. നിരവധി കുട്ടികളാണ് ശോഭായാത്രയിൽ പങ്കെടുക്കുന്നതിനായി അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഭവ്യ പാർവതി ഇപ്പോൾ ഗുരുവായൂരിൽ നിന്നും ചേരുകയാണ്. ഭവ്യ, രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഇപ്പോഴും ആ തിരക്കിന് ഒരു കുറവുമില്ല. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. ഏറ്റവും പുതിയ കാഴ്ചകൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കണ്ണനാകുമ്പോൾ എപ്പോഴും കണ്ണനൊപ്പം രാധമാരുണ്ടാകും, ഗോപികമാരുണ്ടാകും. അത് തന്നെയാണ് ഗുരുവായൂരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ എന്റെ കൂടെ കുറച്ച് കണ്ണന്മാരും ഗോപികമാരും കൂടി ചേരുവാണ്. എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് നല്ല കളിയാണ്. ഒരുപാട് ഈ ഓടക്കുഴലൊക്കെ വെച്ച് കളിക്കുന്നുണ്ടല്ലേ? അത്ഭുതപ്പെട്ട് നോക്കുവാണ്. ഇതാ മയിൽപ്പീലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇവിടെ എന്റെ കൂടെ 2 കുട്ടികളുണ്ട്. ഇവര് നന്നായിട്ട് പാട്ട് പാടുന്ന ആളുകളാണല്ലേ? ഒരു പാട്ടൊക്കെ പാടിയാലോ? നമുക്ക് ഒന്ന് ഉഷാറാക്കിയാലോ? കണ്ണന്റെ ബർത്ത്ഡേക്ക് ഒരു പാട്ട് ഗിഫ്റ്റ് ആയിക്കോട്ടെ. ആരാ പാടുന്നേ? എല്ലാരും പാടും. എന്നാ പിടിച്ചോ, പാടിക്കോ. വേഗം ഒരുമിച്ച് വേഗം പാടിക്കോ. മതി മതി, പാടിക്കോ. இல்லாமல் வேறில்லையே நிஜம் காண்கின்றவான் கூட நிஜமல்ல நிஜம் சேர்க்கும் கணா கூட சுகமல்ல நீ இல்லாமல் நான் இல்லையே உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் സൂപ്പർ പാട്ടാണ് കേട്ടോ. അപ്പൊ താങ്ക് യു. ന്യൂസ് 18 ഇവര് നല്ല പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും കണ്ണനും രാധയുമാണ്. ഈ കണ്ണന്റെ പേരെന്താ? അയ്യോ, ഇത് ഇരട്ടക്കുട്ടികളാണല്ലോ. ഇത് ഇരട്ട കണ്ണന്മാരാണോ? ഇതാ നമുക്ക് അശ്വതി ഇവിടെ 2 ഇരട്ട കണ്ണന്മാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. എത്രയിലാ പഠിക്കുന്നത് രണ്ടാളും? ഇത് ഒരേപോലെയാണോ എപ്പോഴും ഇങ്ങനെ വസ്ത്രം ധരിക്കാറ്? ആണോ? എപ്പോഴും ഒരേപോലെയാണോ വേഷം ധരിക്കാറ്? ആഹാ, ഇതൊക്കെ ആരാ ഇങ്ങനെ ഒരുക്കി തന്നേ? അമ്മയാണോ? ആഹാ, മിടുക്കികളാണോ രണ്ടാളും? സ്കൂളിൽ പഠിക്കാറുണ്ടോ? എത്രയിലാ പഠിക്കുന്നേ? സെക്കൻഡിലാണോ? സെക്കൻഡ് ബിയിലാണോ? ആ, കറക്റ്റ് ഞാൻ പറഞ്ഞ കേട്ടോ. എങ്ങനെയാ കണ്ടുപിടിച്ചേ? ചുമ്മാ ഗസ് ചെയ്തയാ. നിങ്ങൾ പാട്ടൊക്കെ പാടുമല്ലോ ഇല്ലേ? എന്നൊരു പാട്ട് പഠിക്കേ, പെട്ടെന്ന് പാടിക്കേ. പാടിക്കേ. ചക്കര തിന്നാനുള്ളിൽ മോമുറിച്ചല്ലോ പമ്മി പമ്മി പാഞ്ഞിട്ടും ഭാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. ഓടുകമ പാവം പാടിയിറങ്ങി ആടുകള തോറും നിറഞ്ഞി കൊതിക്കൊണ്ടു നാക്കിൽ കടലിറമ്പി ഇരുട്ടിനു കൂട്ടാൻ സ്വയം പതുങ്ങി താഴത്തെ വീട്ടിൽ കടന്നു ചെന്ന് തേൻ കുള്ളിപ്പാൽ കുടിപ്പേണു. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പൊ 2 ഇരട്ട കണ്ണന്മാരെയാണ് നമ്മൾ കണ്ടത്. ഒരേപോലെയുള്ള 2 മിടുക്കികളായ കണ്ണന്മാരാണ്. ഇവിടെ നോക്കിയാലും ഇന്നത്തെ ദിവസം കണ്ണനും രാധയും അവരുടെ കുസൃതികളും മാത്രമാണ് ഉള്ളത്. അത്രമേൽ ഭംഗിയുള്ള കാഴ്ച, അത്രമേൽ മനോഹരമായ കാഴ്ച. ഇവിടെ നോക്കിയാലും കണ്ണന്റെ കള്ളച്ചിരികളും കുസൃതികളും മാത്രമുള്ള ഒരു ഇതാണ് ഇന്നത്തെ ദിവസം. ഇതാ ഒരു രാധയുണ്ട്, ഒറ്റയ്ക്ക് ഇങ്ങനെ അറ്റൻഷനിൽ നിൽക്കുവാണ്. എന്താ രാധയുടെ പേര്? നൈനിക. എത്രയിലാ പഠിക്കുന്നേ? 2 ആണോ? മിടുക്കിയാണല്ലോ. ആരെ ഇങ്ങനെ ഒരുക്കി തന്നേ? അമ്മ. ആണോ? കണ്ണനില്ലേ കൂടെ? രാധ മാത്രമേ ഉള്ളൂ? ഒറ്റയ്ക്കാണോ? ആഹാ, എവിടുന്നാ വരുന്നത്? വീട് എവിടെയാ? വള്ളിക്കുന്ന്. ഇതെന്നാ ഇങ്ങനെ മാറി നിക്കുന്നേ? എന്താ ഇങ്ങനെ മാറി നിക്കുന്നേ ഒറ്റയ്ക്ക്? അങ്ങനെയൊന്നുമില്ല അല്ലേ? ചുമ്മാ വെയിലൊക്കെ കുറഞ്ഞ സ്ഥലം നോക്കി നിന്നെയാണോ? അതാണ് അങ്ങനെ വെയിലൊക്കെ മാറി സ്ഥലം നോക്കി ആള് നിൽക്കുവാണ്. എന്തായാലും അത്രമേൽ ഭംഗിയുള്ള കുറെ കണ്ണന്മാരെയും രാധമാരെയും. ഇതാ ഒരു കണ്ണനുണ്ട് എന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്നുണ്ട്. നല്ല ചിരിയാണല്ലോ. ഈ ഓടക്കോലൊക്കെ ഒന്ന് വെച്ചേ കാണട്ടെ.
ഓടക്കോയിൽ എങ്ങനെയാ വെക്കുന്നേ? കണ്ണൻ എങ്ങനെയാ ഓടക്കോയിൽ പിടിക്കുക? കണ്ണനെ ഇഷ്ടമാണോ? കണ്ണനെ ഇഷ്ടമാണോ? കണ്ണനെ കാർട്ടൂണിലെ കണ്ണനെയാണോ കാണാറ്? ഗുരുവായൂരിലെ കണ്ണനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആ ഓക്കെ, ശരി പോട്ടെ ഞാൻ. ശരി, തലയാട്ടല് മാത്രമേ ഉള്ളൂ, വേറെ സംസാരമൊന്നുമില്ല. അച്ഛന്റെയും അമ്മയുടെ ഒക്കെ ഒക്കത്തിരിക്കുന്ന ആളുകളാണ്. ഇതാ അവിടെ ഒരു കുഞ്ഞി കണ്ണനെ നമുക്ക് കാണാം. അച്ഛന്റെ ഒക്കത്തിരിക്കുന്ന ഒരു കുഞ്ഞി കണ്ണനാണ്. ഹലോ, ദാ ക്യാമറ ഇവിടെ പോയി. ക്യാമറയാണോ നോക്കണേ? എന്താണ്? യു കെക്ക് പോവാണോ? അതാണ്, യു കെക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ്. കാരണം ഇതാ ഇവിടെ കുറെ കണ്ണന്മാരുണ്ട്. ഇവിടെ ഈ ദിവസം എവിടെ നോക്കിയാലും കണ്ണൻ മാത്രമാണ്. കണ്ണന്റെ കുഞ്ഞി കണ്ണനും കണ്ണന് ചുറ്റുമുള്ള രാധമാരെയും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഇവിടെ കുറെ പേര് ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ്. ചില പേര് ഇതാ ഇരുന്ന് കരയുന്നുണ്ട്. അവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സാധാരണ എപ്പോഴും വീട്ടിൽ അച്ഛനെയും അമ്മയും അനിയനെയും അനിയത്തിയോ മാത്രം കാണുന്ന ആളുകളാണ്. ഇന്ന് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് വന്നിരിക്കുന്നു, മുഴുവൻ ആളുകളെ കാണുന്നു, കുറെ നല്ല ഭംഗിയുള്ള കുറെ വേഷം കാണുന്നു. അതിന്റെ ഒക്കെ ആകാംക്ഷയാണ് ഇവർക്കൊക്കെ എന്നാണ് തോന്നുന്നത്. ഇവരൊക്കെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്. അത്രമാത്രം കുഞ്ഞു കുട്ടികളാണ്. അവരൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. എന്തായാലും ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഘോഷയാത്രകൾ വന്നു തുടങ്ങി. ഇതാ മയിൽപ്പീലിയൊക്കെ വെച്ച് എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വർണ്ണിക്കുമെന്ന് തോന്നിപ്പോകും. അത്രമേൽ ഭംഗിയുള്ള കാഴ്ചകൾ. ഇത് ഒരു പക്ഷേ ഈ ദിവസത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്, ഈ നാടിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും ഭംഗിയുള്ള രസകരമായ കാഴ്ചകളാണ്, കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് ഈ ഗുരുവായൂരിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഘോഷയാത്രകൾക്കുള്ള ഒരുക്കങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് കിഴക്കേ നടയിലേക്ക് മഹാശോഭയാത്ര ഏകദേശം എത്തിക്കും. അഷ്ടമി നാളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്. ആദ്യമായി കുഞ്ഞിനെ കൃഷ്ണവേഷം കിട്ടിക്കുന്ന അമ്മമാരെ നമ്മളിവിടെ കണ്ടു. അവർക്കും വലിയ സന്തോഷമാണ്. നമ്മൾ രാവിലെ വിവിധ അമ്മമാരുടെ പ്രതികരണം തേടിയപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മക്കളുടെ പിറന്നാളിനേക്കാൾ കണ്ണന്റെ പിറന്നാൾ ഞങ്ങൾക്ക് അത്രമേൽ മനോഹരമാണ്. അത് വിശേഷമാക്കാൻ, അത് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളൊക്കെ എന്ന്. അക്ഷരാർത്ഥത്തിൽ ഗുരുവായൂർ അമ്പാടിയായി എന്ന് പറയും. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു അമ്പാടി ഉണ്ടോ എന്നുപോലും നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഓരോ കുഞ്ഞിക്കണ്ണന്മാരെ കാണുമ്പോഴും ഗോപികമാരെ കാണുമ്പോഴും ആ കാഴ്ചയ്ക്ക് വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. ഭഗവാനോടുള്ള നിഷ്കളങ്കമായ ഭക്തിക്കൊപ്പം കുസൃതിയും കളിയും ചിരിയും ചേരുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത മനോഹരമായ ഒരു കാഴ്ചകളായി മാറും. ആ മനോഹര കാഴ്ചകൾക്കാണ് ഞാനടക്കം ഇവിടെ സാക്ഷിയാകുന്നത്, നമ്മുടെ പ്രേക്ഷകർ സാക്ഷിയാകുന്നത്. ഗുരുവായൂർ ക്ഷേത്ര തിരുമുറ്റം മാത്രമല്ല, ഗുരുവായൂരിലേക്കുള്ള വഴികളും കിലോമീറ്റർ അപ്പുറം മുമ്പും തൊട്ട് ഇന്ന് അമ്പാടിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കിലോമീറ്ററുകൾക്ക് അകലെ മുതലേ ഗുരുവായൂർ ലക്ഷ്യമാക്കി എത്തുന്ന രാധാകൃഷ്ണന്മാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എങ്ങും എവിടെയും കണ്ണനും ഗോപികമാരുമാണ്. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ച നമ്മൾ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വലിയ ഉറിയൊടിയോടുകൂടിയുള്ള ഗോപികാ നൃത്തം കണ്ടതാണ്. രസകരമായ അവരുടെ ചലനങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഗുരുവായൂർ മുറ്റത്ത് ഓടിക്കളിക്കുന്ന, ഗുരുവായൂർ അകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ ഇങ്ങ് പുറത്തു വന്ന് ഇവിടുന്ന് നൃത്തം വയ്ക്കുകയാണോ, ചിരിക്കുകയാണോ, കളിക്കുകയാണോ എന്ന് തോന്നുന്നു. കാരണം ഓരോ കുഞ്ഞുങ്ങളെ കാണുമ്പോഴും ഇതല്ലേ യഥാർത്ഥ കണ്ണൻ, ഇതല്ലേ കണ്ണൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര ഭംഗിയാണ്, അത്ര നിഷ്കളങ്കതയാണ് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, അവരുടെ ചിരി കാണുമ്പോൾ. യഥാർത്ഥ കണ്ണ എന്ന് വിളിച്ചു പോകും പല അമ്മമാരും. ഈ നമ്മൾ നേരത്തെ തന്നെ ഒരു വലിയ കണ്ണൻ നമ്മളോട് പറഞ്ഞതാണ്, ഞാൻ ഒരുങ്ങി വന്ന സമയത്ത് ഒരു അമ്മ എന്റെ കാല് തൊട്ട് തൊഴുതു, ഞാൻ കണ്ണനാണെന്ന് കരുതി. യഥാർത്ഥത്തിൽ അതൊക്കെ വലിയ സന്തോഷമുള്ളതാണെന്ന്. അത് തന്നെയാണ് ഇവിടെ, അത് തന്നെ സാധിക്കുള്ളൂ. കാരണം ഓരോ കുഞ്ഞുങ്ങളെ കാണുമ്പോഴും ഓരോ കണ്ണന്മാരെ കാണുമ്പോഴും നമുക്ക് തോന്നും ഇത് യഥാർത്ഥ കണ്ണനല്ലേ, ആ ശ്രീകോവിലിനകത്തിരിക്കുന്ന കണ്ണൻ ഇങ്ങ് പുറത്തിറങ്ങി വന്നതാണോ എന്ന് തോന്നിപ്പോകും.